ഉണ്ടാക്കേണ്ടി വന്നെന്തറിഞ്ഞ ഇത് വാലിന്റെ മജ്‌ലിസായനെ കൊണ്ടോ ഇത് അള്ളാഹ് പൊരുത്തപ്പെടുന്ന ഇബാദത്തിന്റെ മജ്‌ലിസ് ആയതുകൊണ്ട് ഇതൊരു കബഡി ടൂർണമെന്റ് ആയിനെങ്കിൽ ഇതൊരു ഫെഡ്ലൈറ്റ് മാച്ച് ഗാലറി ആയിനെങ്കിൽ ഒരായത്ത് പോയിട്ട് ഒരായത്തിന്റെ കണ്ടം പോലും ഓതേണ്ടി വരലൈന് ഒരു വോളണ്ടിയറിനും ഈ കഷ്ടപ്പാട് വരലൈന് വന്നിട്ട് ഇവിടെ ഇരിക്കട്ടെ വയസ്സന്മാർ ഗോളടിക്കുന്നത് നോക്കാൻ അല്ല നോക്കാലോ. നിങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ല ഫുട്ബോൾ ഗാലറിയിൽ നല്ലോടെ തല്ലി ചോപ്പ് കാർഡ് കാട്ടിയ റെഫറിന്റെ മൂക്ക് പൊട്ടിയിട്ട് ചോപ്പ് കാറിന്റെ പുറത്തൊക്കെ വന്നു. ഇന്നലെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാട്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മഹാന്മാർ കിടക്കുന്ന നാട്. ഈ ഉമ്മത്തിന്റെ വലിയ വലിയ നേതാക്കളാണ് ഈ നേതൃത്വം. അവസാന ലാട്ടിയോടുകൂടി ഗോളടിച്ചു. കളി ഓവർ. ഇന്നലെ ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലേ? ന്യൂസ് ഒന്നും കണ്ടിട്ടില്ലേ? ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലേ? വാട്സപ്പ് ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ പിന്നെ പത്താത്ത വാല്യൂ പോകണമെന്നില്ല, മൂന്നാത്തത് മതി. ഈ വാട്സപ്പ് ഫേസ്ബുക്കെല്ലാം ഉള്ളത് കൊണ്ടാണ് പത്താത്ത കുറച്ച് നേരാട്ട്. ഈടെ അതൊന്നും ഇല്ല. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂലാക്കട്ടെ. മഹാനായ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആയിരുന്നു പഠിച്ചോനെ. അതാ ഊടെ ദുനിയാവിലെ ആ പുള്ളന്മാർ അല്ലക്കാറ് ആ ചൊട്ടിയിട്ടും പിടിച്ചിട്ടും കുടിച്ചിട്ടും വലിച്ചിട്ടും എംഡിയും വലിച്ച് അടിച്ചിട്ടും ചിരിക്കുന്ന പോലെ ആർമാദിക്കുന്ന പോലെ ഈ നാളെ ആഖിറത്തിലും അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹു ദുആയിരുന്നിട്ടാകുമ്പോ ആടെ ദ്വാരക്കോണം ചൊല്ലിട്ട് വന്ന നാട്ടുകാർ അതിശയിപ്പോയി. ഞാൻ കാള് തെറ്റിയാണ്, ഖത്തീബിനെ മാറ്റണം. ഇത് ഓർക്കെതിരെ ദ്വാരക്കുണം ചൊല്ലിട്ട് ഇപ്പൊ നോക്കുമ്പോ ഓർക്ക് സപ്പോർട്ട് ആയിട്ടല്ലോ ദ്വാരത്തിനെ. ഇപ്പൊ തുള്ളിനെക്കാട്ടി ഏറെ ഡബിൾ തുള്ളൽ നാളെ ആഖിറത്തിൽ തുള്ളിക്കോണം അല്ലാഹ്. ഇപ്പൊ 150 അടിച്ചിട്ടല്ലേ തുള്ളിക്കൊണ്ടുള്ളൂ, നാളെ ഇതിന്റെ ഡബിൾ തുള്ളിക്കോണം. എന്ന് പറഞ്ഞിട്ടാകുമ്പോ നാട്ടുകാരാകാം അന്തിരിഞ്ഞോയി. എന്ത് കഥ ഇത്? തങ്ങൾ അങ്ങനല്ല. പിന്നെ അങ്ങനെ എന്തായി? അല്ല അങ്ങനല്ല, അവർ മഹാനറുദ്വാരുന്നിട്ട് തീരേണ്ട താമസം. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നേരം ഓരോരോ ചെറുപ്പക്കാരും തങ്ങളടുത്തേക്ക് വരുന്നു, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു, ഖേദിച്ചു മടങ്ങുന്നു. തങ്ങൾ ദ്വാരുന്നതിന്റെ ഉദ്ദേശം തന്നെയാണ്. പഠിച്ചോനെ ഓർ ഇങ്ങനെ ചിരിക്കാൻ വിട്ടെങ്ങാവല, ഓർ ആഖിറത്തിൽ ചിരിക്കണ്ടേ, ഓർ നാളെ സ്വർഗത്തിൽ കടന്നിട്ട് ചിരിക്കണ്ടേ. അവിടെ ചിരിക്കണമെങ്കിൽ ഊടെ ഇവർ നന്നാവണ്ടേ. അതുകൊണ്ട് റബ്ബേ ഇങ്ങനെ വിട്ടെങ്ങാവല, നീ നന്നാക്കണോന്നാണ് അതുവാന്റെ അർത്ഥം. അത് തിരിയാൻ കുറച്ച് പണിയുണ്ട്. ഔലിയാക്കന്മാരെ ഭാഷ എല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല. പ്രത്യേകിച്ച് സൽപ്പി സുൽപ്പി എന്നെല്ലാം പറയുന്നു. അത് എല്ലാ നാട്ടിലും ഉണ്ട്. അത് ഇനിയേറും കുറച്ച് ആഖിർ സമാനാകുമ്പോ അങ്ങനെ അവർക്ക് പിന്നെ ഈ ഉറൂസും ലൈറ്റും ഇതൊന്നും കണ്ടേ കൂടാ. ഇപ്പൊ നോക്കി വേണം, നാളെ വരും വീഡിയോ കുമ്പോൾ ഉറൂസിന്റെ അനാചാരം പറഞ്ഞിട്ട് ആ തല നീ തലക്ക് ആ റെയിൽവേന്റെ വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ജിന്നൂരിയ മടവൂരിയ ആക്കലാനിയ ദമ്മാജിയ പോസ്റ്റ് ഇടും. ഏതെങ്കിലും ഒരു പുത്തൻവാദി അനാചാരം. എന്ത് വിഷയം? 12 ട്യൂബ് ലൈറ്റ് കത്തുന്നു. ഓന്റെ മോളെ മംഗളത്തിന് 24 ട്യൂബ് ലൈറ്റ് കത്തിന്. ഓൻ വീഡിയോ ആക്കിയിട്ടില്ല. മഹാന്മാരുടെ പേരില് മുസ്തഫ നബി തങ്ങൾ മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിനെ കാണാൻ പോയപ്പോ എല്ലാം അല്ലാഹു അലങ്കരിച്ചു. സിദ്റത്തുൽ മുൻതഹ പോലും പ്രകാശിപ്പിക്കപ്പെട്ടു. അല്ലാഹു ആദരിച്ചു. മഹാന്മാരെ ആദരിക്കണമെന്ന് അതന്നെയാണ്. അത് വാറോലല്ല, അത് ഡിങ്കന്റെ കഥയല്ല, അത് സ്വഹിയായ ഹദീസാണ്. മഹാന്മാരെ പരിസരം അത് മുബാറക്കായ പരിസരമാണ്. അവിടെ എല്ലാ നിലക്കുള്ള ആദരവും ബഹുമാനവും പോണോ. കുറച്ച് ഓവർ ആണെങ്കിൽ കൺട്രോൾ ആക്കണോ. ഉസ്താദെ ആണുങ്ങ പെണ്ണുങ്ങ പരസ്പരം കാണുന്നുമുണ്ടെന്നു അത് ഏടയില്ലാത്ത അത് എല്ലായിടത്തും കൺട്രോൾ ആക്കണം. പ്രത്യേകിച്ച് ഉറൂസിന്റെ ആടെ, സലാത്തിന്റെ ആടെ, മൗലിദിന്റെ മജ്ലിസില്, മജ്ലിസുന്നൂറിന്റെ മജ്ലിസില്, ഓൺലൈൻ ക്ലാസ്സില്, ഓഫ്ലൈനിന്റെ ക്ലാസ്സില്, വയല് കേൾക്കുന്ന ആടെ പ്രത്യേകിച്ചു നിയന്ത്രിക്കണോ. മംഗളത്തിന്റെ അവിടെയും അങ്ങനെ. ഉസ്താദെ ഉറൂസ് വേണ്ട, ആണ് പെണ്ണുങ്ങ അപ്പുറം മുണ്ടിക്കൊണ്ടും നടന്നുകൊണ്ടും ടച്ച് ആയിക്കൊണ്ടും പോകുന്നു ഒക്കെ. അപ്പൊ എന്താക്കുന്നപ്പോ ഉറൂസ് വേണ്ടെന്ന് വെക്കാം. ശരി, നാളെ കഴിഞ്ഞിട്ട് പോലെ ഏളാമാന്റെ മംഗലോ യാ റഹ്മാനെ ഇന്റർനാഷണൽ ഹാളില് ആണുങ്ങ പെണ്ണിന് മുണ്ടിനെ മാത്രമല്ല
എന്തല്ലോ ഓന് വിഷയേ ഇല്ല. ഓ ഒരിക്കൽ മറന്നിട്ട് പോലും വന്നിട്ട് ഉസ്താദിന്റെ ഉസ്താദെ ഇനി മങ്ങലേ വേണ്ട, എന്റെ ഓളുടെ ഉള്ളിൽ മുണ്ടുന്നു ആണുങ്ങ പെണ്ണുങ്ങ. ഇന്നോളം പറഞ്ഞിട്ട് സംഗതി അവിടെയും വെക്കണ്ടേ, മംഗലം വേണ്ടാന്ന്. അതിനൊരു കാര്യമുണ്ട്, മംഗലം വേണ്ടെന്നല്ല വെക്കണ്ടേ. ആഭാസങ്ങൾ കാണുമ്പോ, അനാചാരങ്ങൾ കാണുമ്പോ, തെമ്മാടിത്തരം കാണുമ്പോ, നന്മകൾ ചെയ്യുന്ന ഇടങ്ങളിൽ, മഹാന്മാരുടെ ഉറൂസിന്റെ ഇടങ്ങളിൽ, മൗലിദ് പോലെയുള്ള മജ്ലിസുകളിൽ, മംഗലം പോലെയുള്ള ആചാരങ്ങളിൽ ആഭാസങ്ങൾ കാണുമ്പോ, അനാചാരം കാണുമ്പോ, തെമ്മാടിത്തരം കാണുമ്പോ അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കണോ? അല്ലാതെ നല്ല ആചാരം ഇല്ലാണ്ടാക്കേണ്ടതല്ല, ആ അനാചാരം ഇല്ലാണ്ടാക്കാൻ നോക്കണോ? ആണുങ്ങ പെണ്ണുങ്ങ മിങ്കിളാന്ന്, ഇൻക്ലൂഡാന്ന്, സ്പർശിക്കുന്നു, ദർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മങ്ങല ഇല്ലാണ്ടാക്കാൻ പറ്റല്ല. അതിനെ വേണമെങ്കിൽ ഇല്ലാണ്ടാക്കാം, കൺട്രോൾ ആക്കാം. ആണുങ്ങ പെണ്ണുങ്ങ കാണുന്നു, മുണ്ടുന്നു, അപ്പുറപ്പുറം പോകുന്നു, വരുന്നു പറഞ്ഞിട്ട് ഉറൂസ് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ നാളെ ഹജ്ജിനെ ഇല്ലാണ്ടാക്കണം ചെല്ലല്ലോ. KSRTC ബസിന്റെ 4 ടയറിന്റെയും പിന്നെ കാറ്റ് പഞ്ചറാക്കണമെന്നും പറയലേ വീടുത്ത മാത്രം കണ്ട മതി. KSRTC ബസ് കാണണ്ടേ? അതിൽ ആണുങ്ങൾ പെണ്ണും മുഖത്തിരിക്കുന്നില്ലേ? അതിനെന്താക്കണ്ടില്ലെങ്കിൽ പനി വന്ന് ജലദോഷം വന്ന് നിറഞ്ഞിട്ട് മൂക്കിനെ മുറിക്കണ്ട, 4 കുളിയ മേങ്ങിയെങ്കിലേ. ജലദോഷം വന്നവർക്ക് മൂക്ക് മുറിച്ചങ്ങാവോ? അതിന് പരിഹാരമാണ് മരുന്ന്, മൂക്ക് മുറിക്കാലല്ല. അനാചാരങ്ങൾ നടക്കുന്നുവെങ്കിൽ സദാചാരങ്ങൾ നിലനിർത്തുക, അനാചാരങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കമ്മിറ്റിക്കാര്, നാട്ടുകാര്, വല്ലക്കാര് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. ഇവിടെയുണ്ട് അൽഹംദുലില്ലാ. ഇത്തരം ജാഗലാണുങ്ങ പെണ്ണുങ്ങണ്ട അൽഹംദുലില്ലാ. ഇത്ര കണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേ? പെണ്ണുങ്ങളെ ഭാഗം നോക്കി അവിടെ ആണുങ്ങണ്ട. ഏതൊന്നും ഒരു ആചാരം പോയിട്ട് ആ പെണ്ണുങ്ങളെ നാട്ടിൽ കസാലിട്ട ഇല്ല, നിയന്ത്രിച്ചില്ലേ? ഇടീ നാടേ നിയന്ത്രിക്കണോ ഉസ്താദ്? ആ റെയിൽവേന്റെ പാലത്തിന്റെ അടിയിലെ പോകുമ്പോ കൺട്രോൾ ആക്കണോ ഉസ്താദ്? ചങ്ങായി, നിന്റെ ഭാര്യയല്ലേ, നീയല്ല മാപ്പിള, മുഖ്യത്തെ പണി എല്ലാം കമ്മിറ്റിക്കാർ നിയന്ത്രിക്കണമല്ലോ, എല്ലാം ഉസ്താദ് ചെല്ലണമല്ലോ, എല്ലാം ഞങ്ങൾ നിയന്ത്രിക്കണമല്ലോ, എല്ലാം ഉറൂസ് കമ്മിറ്റി നിയന്ത്രിക്കണമല്ലോ. പിന്നെ നിന്റെ ഭാര്യക്ക് നിനക്കെന്ത് പണിയുള്ള? നിനക്ക് പണിയൊന്നുമില്ലേ? ഓ പെരുമ്പച്ചാലാണ് അതിന്. ഇതാ നീ പോന്നല്ല നേറ്. ആണുങ്ങളോട് ജാഗ്രത ആയിക്കാവല്ലേ. ഒരു സുന്നത്തെടുക്കാൻ പോയിട്ട് ഹറാം എടുത്തോണ്ട് പുറക്ക് വന്നിട്ടുണ്ടാ ഓളും ചെല്ലണോ? ഇതാ നിങ്ങ പോന്നല്ല നേറ്. നിങ്ങ അല്ലെങ്കിൽ ചന്തത്തിന്റെ മുദ്ദ, നിങ്ങ എന്റെ കണ്ണും കറലും. നിങ്ങളും അങ്ങനെ പോകുമ്പോഴും ജാഗ്രത ആക്കിയാവല്ലേ. ഏതെങ്കിലും ഒരു പെണ്ണ് ഹായും ചെല്ലിയെങ്കിൽ നിങ്ങൾ ഹൂയി ചെല്ലിയില്ല എന്ന് ഓളും ചെല്ലണം. എല്ലാം കമ്മിറ്റി കറിയില്ല, എല്ലാം ഉസ്താദില്ല. നിങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആരും കയ്യേ കണ്ട. അൽഹംദുലില്ലാ, കഴിവിന്റെ പരമാവധി ഞങ്ങളെ സംഘാടകർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ആഭാസങ്ങളെ കാണുന്നെങ്കിൽ ശക്തമായി പ്രതികരിക്കണം. അത് എവിടെയായാലും, രാഷ്ട്രീയ പന്തലിലായാലും, അത് സനത് ദാനം നടത്തുന്ന സ്റ്റേജിലായാലും ആഭാസങ്ങൾ കാണുന്നെങ്കിൽ എതിർക്കുക തന്നെ വേണം. അത് ആലിമീങ്ങളെ കടമയാണ്, അത് ദീനിന്റെ കടമയാണ്, അത് ഉമ്മത്തിന്റെ കടമയാണ്, അത് ഈമാനാണ്. അതിന്റെ പേരിൽ ഇപ്പൊ നാളത്തെ ചോറ് കിട്ടിയില്ലെങ്കിൽ കല്ലുവല്ലി. എന്റെ കമ്മിറ്റിക്കാരെ കണ്ടിട്ട് ബായി കീറിയിട്ടില്ല, എന്നെ കണ്ടിട്ട് നിങ്ങൾ പള്ളി കെട്ടിയിട്ടില്ല, നിങ്ങളെ പള്ളി കണ്ടിട്ട് അള്ളാ എന്നെ പഠിച്ചിട്ടില്ല. ഹക്ക് പോലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. മൗലമാർക്ക് മാത്രമല്ല, മൗലമാർക്ക് കുറച്ച് ഏറെ. പക്ഷെ പുത്തനവാദികൾ ഇതെല്ലാം പരിഹസിക്കുമ്പോ അവരും അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കണം. മലർന്ന് കിടന്നിട്ട് മേപ്പോട്ട് തുപ്പണ്ട. അല്ലോ ഓരോ സമ്മേളനം കണ്ടിട്ട് അതിന്റെ കോലം കണ്ടെങ്കിൽ എന്നിട്ട് ഓര് കാണുന്ന മുഴുവനും ക്ലിപ്പാക്കുന്ന മുഴുവനും അതും ഇതും ഇങ്ങനെ നോക്കി. പണക്കാട്ട തങ്ങളെ വീടാണ് ഷിർക്കിന്റെ ഗാലറി, ഷിർക്കിന്റെ ഗോഡൌണ്, ആടെന്നാണ് ഷിർക്കിന്റെ വലിയ നൂല് മന്ത്രിച്ചു കൊടുക്കുന്നുള്ള. അതുപോലത്തെ ഒരു നൂല് ലോകത്താരും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അത്രക്കും വലിയ ഷിർക്കിന്റെ കേന്ദ്രമാണ് പാണക്കാട്ട തറവാടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടവരാണ് ഈ വഹാബികൾ, ഈ പുത്തനവാദികൾ. എന്നിട്ടിപ്പോ ഓരോ എല്ലാ ബുക്ക് പ്രകാശനാക്കാനും സമ്മേളനം ഉദ്ഘാടനാക്കാനും അതേത്തൊക്കെ മറുപണോ എന്ത് നൂലിന് വർക്കത്തായ ഇപ്പൊ ശിർക്കുമാഞ്ഞാന്നല്ലേ? അങ്ങനെ വാ, എന്നൊരു കാര്യം ചെയ്യും. അതിനൊരു കണ്ടമേരി കൗത്തിലേക്ക് കേട്ട് ക്ലിയറോ, നാളെ ഉറൂസിനും വരും, ക്ലിയറാവും.
എന്തേ ആലിമീങ്ങൾക്ക് എന്ത് ദീനറിയില്ലേ? തങ്ങമാറിന്റെ തട്ടിക്കളിക്കാനുള്ള ഫുട്ബോളാ. മഹാന്മാര് നേതാക്കളും ഉമറാക്കൾ എന്ന് പറയുമ്പോ അവർക്ക് എന്താ നിലയും വലിയില്ലേ? നീ ആരെയാണ് ഈ പരീക്ഷിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ കൊച്ചാക്കുന്നത്? ആരെയാണ് നിങ്ങൾ കാഫിറാക്കുന്നത്, മുശ്രിക്കാക്കുന്നത്? ഉമ്മത്തിനെയാണോ? ശരിയല്ല, ശരിയല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ വിരല് കടിക്കേണ്ടി വരും. ജാഗ്രത, ജാഗ്രത. വേണ്ടതുപോലെ ദുആരന്നപ്പോ, മനസ്സ് തുറന്നിട്ട് സ്നേഹത്തോടെ ദുആരന്നപ്പോ പടച്ചറബ് ഉത്തരം ചെയ്തു. മഹാനരുടെ ദുആ മുഖേന, ആ പ്രവർത്തനം മുഖേന ആ തെറ്റിന് പൊട്ടിത്തെറിച്ച ബാല്യക്കാർ നന്നായി, അവർ ഈമാനുള്ളവരായി, അവർ സംസ്കാരമുള്ളവരായി, അവർക്കതാ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം നൽകപ്പെടുന്നു. നാളെ പരലോകത്ത് പോലും മതബോധമുള്ള ദീനീ ചിട്ടയുള്ള അല്ലാഹുവിനെ പേടിച്ചു നടന്ന ബാല്യക്കാർക്കാണ്, ബാല്യക്കാർത്തികൾക്കാണ് അർശിന്റെ തണല്. മറക്കണ്ട. പാരാപാരം പോലെ പരന്നു കിടക്കുന്ന മഹ്ശറ, ഭയങ്കരമായ മഹ്ശറ, നല്ലവരിൽ നല്ലവരായ നബിമാർ പോലും പേടിച്ച് പറക്കം പായുന്ന മഹ്ശറ. ആ മഹ്ശറയില് എല്ലാവരും അങ്ങനെ ഒരിത്തിരി തണലിന് വേണ്ടി പറക്കം പായുമ്പോ സുബ്ഹാനല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അവിടെ അർശിന്റെ തണലല്ലാതെ, അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ, അല്ലാഹുവിന്റെ പ്രത്യേകമായ തണലല്ലാതെ അവിടെ വേറൊരു തണലില്ല. ആ തണല് എല്ലാവർക്കും കിട്ടല. ആ തണല് കൊള്ളാൻ എല്ലാരെയും അല്ലാഹു വിടല. ആ തണലുള്ളത് 8 വിഭാഗത്തിനാണ്, 7 വിഭാഗത്തിനാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി. 7 വിഭാഗത്തിനാണ് അർശിന്റെ തണല്. 7 ആൾക്കാരും ഇവിടെ പറയാൻ സമയമില്ല. അതിൽ ഒരു വിഭാഗം ആരറിയോ? അതിൽ ഒരു കൂട്ടർ ആരറിയോ? പൊന്നുപാലക്കാരാ നീയാണ്, പൊന്നുപാലക്കാർത്തി മോളെ നീയാണ്. പൊട്ടിത്തെറിച്ചതിന്റെ ആ പ്രായം, ചോരത്തളപ്പിന്റെ പ്രായം, ഏത് ആഭാസങ്ങളും ചെയ്യാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്ന പ്രായം. ആ പ്രായത്തില് ഹറാമിയത്ത് കാണാതെ, ഹറാമിയത്ത് ചെയ്യാതെ, അല്ലാഹു പൊരുത്തപ്പെടാത്തതിലേക്കൊന്നും പോകാതെ, നിസ്കാരാദി കർമ്മങ്ങളുമെല്ലാം നല്ല പോലെ നിർവഹിച്ച്, നാവും കണ്ണും കാതും കൽബുമെല്ലാം നിയന്ത്രിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ടാണ് നീ ജീവിച്ചതെങ്കിൽ അവിടെ ഷാബുൻ എന്നതിൽ ഷാബത്തുംപെട്ട് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അവന്റെ തഴത്തിലായി, അവന്റെ പേടിയിലായി, ഈമാനിലായി, കരകളഞ്ഞ ഇബാദത്തിലായി, ക്ലിയറുള്ള കൽബുമായി ജീവിച്ച ബാല്യക്കാരാരാണോ, ബാല്യക്കാർത്തികൾ ആരാണോ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. ബീബി നഫീസത്തുൽ മിസ്രിയ, അവർക്ക് പറയും ബീബി നഫീസത്തുൽ മിസ്രിയ. ബാല്യക്കാർത്തി പെണ്ണല്ലേ, ജന്മം കൊണ്ട് മക്കക്കാരിയല്ലേ, കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഈജിപ്തുകാരിയല്ലേ, ഇമാം ഷാഫിഈ തങ്ങളെ കാലക്കാരിയല്ലേ, ഈ റജബ് മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ മഹദിയല്ലേ. അർജന്റ് ഉണ്ടെങ്കിൽ വേഗം പോയിക്കോ. അല്ലാഹു കൂടലും പിരിയലും പൊരുത്തപ്പെട്ടവരമലാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ടവരമലാക്കട്ടെ. വേറൊരു അമലൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ചെയ്ത അമല് ക്ലിയർ ആണോ അല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാഹ് നല്ലവരായ മുഅ്മിനീങ്ങൾ കൂടിയ മജ്ലിസാണ്. അല്ലാഹ് നാളെ ആഖിറം രക്ഷപ്പെടാനുള്ള അമലാക്കല്ലാ. മണ്ണറയാകുന്ന ഖബർ വിശാലമാകാനുള്ള അമലാക്കല്ലാ. ഇതിന്റെ കൂലി ഉമ്മാക്കും ബാപ്പാക്കും മരിച്ചുപോയവർക്കും നീ എത്തിച്ചു കൊടുക്കല്ലാ. ബീബി നഫീസത്തുൽ മിസ്രിയ, ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ വലിയ മഹദിയ. ഏകദേശം മഹദി വന്നിട്ട് പോയിട്ട് 1200 വർഷം കഴിഞ്ഞു.
ഇമാം ഷാഫി തങ്ങളെ കാലക്കാരിയാണ്. ഇമാം ഷാഫി തങ്ങൾ ആരാണ്? പിന്നെ തബഉ താബിഈങ്ങളിൽപ്പെട്ടയാളാണ്. താബിയല്ല, അവരെ കണ്ടവരാണ്. ഹിജ്റ 300ന്റെ ഉള്ളിൽ ജീവിച്ചവരാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. 4 ഇമാമിങ്ങളും ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ-കൂഫി, ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് അൽ-ഇസ്ബഹി, ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അൽ-ശൈബാനി. അല്ലാഹു ആ മഹാന്മാരുടെ മദദും ബർക്കത്തും നമുക്ക് 2 ലോകത്തും നൽകട്ടെ. ആ കാലത്ത് ജീവിച്ചവരാണ് ഇമാം ഷാഫി തങ്ങളെ കാലത്ത് ജീവിച്ചവരാണ്. ബാല്യക്കാരത്തിൽ പെണ്ണ്, എങ്ങനത്തെ പെണ്ണ് പറഞ്ഞ ചെമ്പാപ്പ് പോലത്തെ റോസാപ്പ് പോലത്തെ പെണ്ണ്. പക്ഷേ അള്ളാനെ മറന്നിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഒരു തിരി പോലും ആരെയും കണ്ടിട്ടില്ല, ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. വിഷയം അറിയാം, വിഷയം അറിയാം. ഈ ചരിത്രം കേട്ടിട്ടുണ്ടാവും. ഞാൻ 1-2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾക്ക് ഇത് അറിയുന്നതുമാണ്. എന്നാലും ബീബി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ 10-30 വയസ്സിന്റെ ഉള്ളിൽ ജീവിച്ചു, മരിച്ചു. ചെറിയ പ്രായം. നമ്മളെത്ര പോലും ജീവിച്ചിട്ടാണ്. നമുക്കിപ്പോ വയസ്സ് 42ആയി. പിന്നെയും 12 വയസ്സ് കൂടി മഹദിയെക്കാട്ടും. നമ്മളെക്കാട്ടിയും കുറച്ച് ജീവിച്ചു മഹദി. ഇമാം ഷാഫി തങ്ങളെ കാലത്ത് ജീവിച്ചു, ഈജിപ്തിൽ ജീവിച്ചു, മരണപ്പെട്ടു. അവിടെ തന്നെ മരണപ്പെട്ടു. ജനിച്ചത് മക്കയിലാണ്. ഏതു വാട്ട്? ഈ റജബ് മാസം മഹദിയുടെ ആണ്ടാണ്. അല്ലാഹു മഹദിയുടെ മദദും ബർക്കത്തും നമുക്ക് നൽകട്ടെ. ഇല്ലേ ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉമ്മോ ഫല്ലലുമ്മോ ഖദ്ദമുന്നൂറുല്ലാഹ് മുസ്ലിമുമ്മോ ഹൈമിനുമ്മോ ബല്ലിഗുൻ സഅദുല്ലാഹ്. ചെറിയ കാലം ജീവിച്ചു. ചെറിയ കാലത്ത് ജീവിച്ചിട്ട് ഈ റജബ് മാസം ഒരു സുന്നത്ത് നോമ്പ് നോറ്റ അവസ്ഥയിലാണ് മഹദി മരിക്കുന്നത്. ആ മരിക്കുന്നതിന്റെ ഇടയ്ക്ക് മഹദി 6000-ഓളം തവണ വിശുദ്ധ ഖുർആൻ ഫുള്ളായിട്ട് ഖത്മ തീർത്തു. എത്ര 6 അല്ല, 60 അല്ല,